സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് ഈ ഒരു ABCDH വരെ ഇട്ടിട്ടുണ്ട് അല്ലേ, ഇതിൽ ഏതൊക്കെയാണ് ട്രൂ എന്ന് നമുക്ക് നോക്കാം. സോ ഓൾ റെക്റ്റാങ്കിൾസ് ആർ സ്ക്വയേഴ്സ്, എല്ലാ റെക്റ്റാങ്കിൾസും സ്ക്വയേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അത് റോങ് ആണ് അല്ലേ, ബിക്കോസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എടുത്താൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ എടുത്തു, ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡും ഡിഫറെൻറ്റ് ലെങ്ത് ആണ് അല്ലേ, ഇത് രണ്ടും ഈക്വൽ ആണ്, അതുപോലെ ഇതും ഈക്വൽ ആണ്. സോ അതൊരു സ്ക്വയർ അല്ല. സോ നമുക്ക് ക്ലിയർ ആയിട്ട് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഓൾ റെക്റ്റാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ് എന്ന് ക്ലിയർ ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഫോൾസ് ആണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഓൾ റോംബസസ് ആർ പാരലോഗ്രാംസ്, എല്ലാ റോംബസും പാരലോഗ്രാം ആണോ? അപ്പോൾ റോംബസിൻ്റെ പ്രത്യേകത എന്താ? റോംബസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതുപോലെ തന്നെ പാരലൽ ആണ് അല്ലേ. സോ ഏതൊരു റോംബസ് എടുത്താലും നമുക്കത് പാരലോഗ്രാം ആണെന്ന് പറയാം. ബിക്കോസ് പാരലോഗ്രാമിൻ്റെ കണ്ടീഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവണം എന്നേ ഉള്ളൂ. അത് ഈക്വൽ ആയാലും ഇല്ലെങ്കിലും അതെന്താണ്? ഇറ്റ്സ് എ പാരലോഗ്രാം. സോ ഓൾ റോംബസസ് ആർ പാരലോഗ്രാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇവിടെ റോംബസിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതൊന്ന് നോക്കിക്കേ. പാരലോഗ്രാം വിത്ത് 4 സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. ഈ ഒരു റോംബസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ കേസ് ഓഫ് പാരലോഗ്രാം. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, ഇപ്പോൾ ഈ ഒരു സൈഡും പാരലൽ ആയിരിക്കും, അതുപോലെ ഈ ഒരു സൈഡും പാരലൽ ആയിരിക്കും. അത്ര കണ്ടീഷനേ ഉള്ളൂ പാരലോഗ്രാമിന്. ക്വാഡ്രിലാറ്ററൽ വിത്ത് 2 pairs ഓഫ് പാരലൽ സൈഡ്സ്, റൈറ്റ്. അപ്പോൾ ഈ ഒരു സെയിം കണ്ടീഷൻ തന്നെ എന്താണ്? ഈ ഒരു ലെങ്ത്തുകൾ ഈക്വൽ ആകുമ്പോൾ ഉള്ള കേസാണ് എന്ത് വരുന്നത്? റോംബസ് വരുന്നത്. സോ പാരലോഗ്രാം വിത്ത് 4 സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്, ഇറ്റ്സ് എ പാരലോഗ്രാം. റോംബസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാരലോഗ്രാം. പാരലോഗ്രാമിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് റോംബസ് എന്ന് പറയുന്നത്, വിത്ത് ഈക്വൽ സൈഡ്സ്, വിത്ത് ഓൾ സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. ക്ലിയർ? സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എന്ത് പറയാം? ഓൾ റോംബസസ് പാരലോഗ്രാം. ഇറ്റ് ഈസ് ട്രൂ. ഇനി നമ്മൾ തേർഡ് ക്വസ്റ്റനിലേക്ക് വരികയാണെങ്കിൽ ഓൾ സ്ക്വയേഴ്സ് ആർ റോംബസസ് ആൻഡ് ഓൾസോ റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ പാരലോഗ്രാം വരച്ചു അല്ലേ. ഈ പാരലോഗ്രാം എന്ന് പറയുന്നത് പാരലോഗ്രാമിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് എന്ത്? റോംബസ്. റോംബസ് ഈസ് എ പാരലോഗ്രാം. ഇനി ഈ റോംബസിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസാണ് എന്ത്? സ്ക്വയർ എന്ന് പറയുന്നത്. എപ്പോഴാണ് റോംബസ് സ്ക്വയർ ആവുക എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. റോംബസ് എപ്പോഴാണ് സ്ക്വയർ ആവുക? റോംബസിൻ്റെ കണ്ടീഷൻ എന്താണ്? റോംബസ് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, പക്ഷെ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ ഈ റോംബസ്, ഇപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ഈക്വൽ സൈഡുള്ള ഒരു റോംബസ് വരച്ചു. ഓക്കെ, ഇപ്പോൾ മാം വരച്ചത് ചിലപ്പം റോംബസ് ആയിട്ട് തോന്നുന്നില്ലെങ്കിലും ഈക്വൽ സൈഡുള്ള ഒരു റോംബസ് വരച്ചു. ഇനി ഈ ആംഗിളുകൾ 90 ഡിഗ്രി ആവുന്ന ഒരു കേസ് വരില്ലേ? 90 ഡിഗ്രി ആവുന്ന ഒരു കേസ് വരും. ആ കേസാണ് എന്തായിട്ട് മാറുക? സ്ക്വയർ ആയിട്ട് മാറുക. സോ റോംബസിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് സ്ക്വയർ. റോംബസ് ബിക്കം സ്ക്വയർ വെൻ ഇറ്റ്സ് ആംഗിൾസ് ആർ 90 ഡിഗ്രി. Okay, when its angles are 90 degree, rhombus becomes a square. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ 4th പാർട്ടിലേക്ക് പോവാം. ഓൾ സ്ക്വയേഴ്സ് ആർ നോട്ട് പാരലോഗ്രാം. അപ്പോൾ ഇത് ഫോൾസ് ആണ്. ഇത് ട്രൂ ആയിരുന്നു, ഇത് ഫോൾസ് ആണ്. ഓൾ സ്ക്വയേഴ്സ് ആർ നോട്ട് പാരലോഗ്രാം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ഓൾ സ്ക്വയേഴ്സ് ആർ പാരലോഗ്രാം ആണ് ട്രൂ അല്ലേ. അപ്പോൾ അത് ഇവിടുന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഞാൻ ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ചത് തന്നെ അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ. എന്താണ്? പാരലോഗ്രാമിൻ്റെ ഒരു സ്പെഷ്യൽ കേസ്. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവുന്ന കേസാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് റോംബസ് എന്ന് പറയുന്നത്. റോംബസ് എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ഈക്വൽ ആവുന്ന, പാരലോഗ്രാമിൻ്റെ ഓൾ സൈഡ്സ് ഈക്വൽ ആവുമ്പോഴാണ് അത് റോംബസ് ആയിട്ട് മാറുക. ഇനി ആ റോംബസിൻ്റെ ഓൾ ആംഗിൾസ് ഈക്വൽ ടു 90 ഡിഗ്രി ആവുന്ന ഒരു കേസ് ഉണ്ട്. ആ ഒരു കേസിലാണ് എന്ത്? റോംബസ് സ്ക്വയർ ആയിട്ട് മാറുക. സോ ഫ്രം ദിസ് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് പാരലോഗ്രാം എന്താണ്? എല്ലാ സ്ക്വയറും പാരലോഗ്രാം ആണ് അല്ലേ. എല്ലാ സ്ക്വയറും പാരലോഗ്രാം തന്നെയാണ്.
ക്ലിയർ? ഇനി നെക്സ്റ്റ് ഓൾ കൈറ്റ്സ് ആർ റോംബസസ് ആൻഡ് എഫ് എന്ന് പറയുന്നത് ഓൾ റോംബസസ് ആർ കൈറ്റ്സ്. അപ്പോൾ കൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം കൈറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആണ്, അതുപോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ ആണ്. 2 pairs of adjacent sides are equal. ഇത് രണ്ടും ഈക്വൽ, അതുപോലെ ഇത് രണ്ടും ഈക്വൽ. ഓക്കെ, ആൻഡ് പിന്നെ എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സോ ഇവിടുന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ് ഇതിൻ്റെ ഓൾ സൈഡ്സ് ഈക്വൽ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ റോംബസ്. സോ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓൾ കൈറ്റ്സ് ആർ റോംബസസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. ഇനി അടുത്തത് ഓൾ റോംബസസ് ആർ കൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ട്രൂ ആണോ എന്ന് നമുക്ക് നോക്കാം. എല്ലാ റോംബസും കൈറ്റ് ആണോ? നമുക്കൊരു റോംബസ് വരച്ചു നോക്കിയാലോ? ഇനി അടുത്തത് എന്താ പറയുന്നത്? ഓൾ പാരലോഗ്രാംസ് ആർ ട്രപ്പീസിയം അല്ലേ? അതായത് ട്രപ്പീസിയത്തിൻ്റെ എല്ലാ കണ്ടീഷനും പാരലോഗ്രാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്നും ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താണെന്നും നോക്കാം. വാട്ട് ഈസ് എ പാരലോഗ്രാം? പാരലോഗ്രാം എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. ട്രപ്പീസിയം ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? അതെ. ഇനി പാരലോഗ്രാമിൻ്റെ അഡീഷണൽ കണ്ടീഷൻസ് എന്താ? ബോത്ത് പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഇതും നമുക്കറിയാം, ഇതും പാരലലാണ്, അതുപോലെ ഇതും പാരലലാണ്. ഓക്കെ, വേറെ ട്രപ്പീസിയത്തിൻ്റെ കണ്ടീഷനിൽ എന്താ? 1 pair of opposite sides are parallel. സോ ട്രപ്പീസിയത്തിൻ്റെ ആ ഒരു കണ്ടീഷൻ പാരലോഗ്രാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? 1 pair of opposite sides are parallel. റൈറ്റ്, ഇതാണ് നമ്മുടെ ട്രപ്പീസിയത്തിൻ്റെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ പാരലോഗ്രാം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. 1 pair of opposite side, ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഓൾ പാരലോഗ്രാംസ് ആർ ട്രപ്പീസിയം എന്ന് പറയാം. ഇനി ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എച്ച് എന്താ പറയുന്നത്? ഓൾ സ്ക്വയേഴ്സ് ആർ ട്രപ്പീസിയം. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ കണ്ടീഷൻ നമ്മൾ എന്ത് നോക്കണം? ട്രപ്പീസിയത്തിൻ്റെ കണ്ടീഷൻ സ്ക്വയർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യുന്നുണ്ടോ? ഓൾ സ്ക്വയേഴ്സ് ട്രപ്പീസിയം ആണോ? ട്രപ്പീസിയത്തിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇത് നമ്മളിവിടെ കണ്ടു അല്ലേ? ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ 1 pair of opposite sides are parallel. അപ്പോൾ നമ്മൾ സ്ക്വയർ കൺസിഡർ ചെയ്യണമെങ്കിൽ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? സ്ക്വയറിൽ എന്താ? 1 pair of opposite sides parallel എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? ഉണ്ട്. അത് കൂടാതെ കൂടുതൽ കണ്ടീഷനുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് മാത്രം അല്ലേ? അപ്പോൾ ട്രപ്പീസിയം ഒക്കെ എന്താണ്? ട്രപ്പീസിയത്തിനെ നമുക്ക് സ്ക്വയറിനെ നമുക്ക് എന്ത് പറയാം? ട്രപ്പീസിയം എന്ന് പറയാം.